Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയ്ക്ക വെച്ചിട്ട് തോരനാണ്. ഇതൊരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്കത്തെ വിളഞ്ഞ മുരിങ്ങയ്ക്കാണ്. അപ്പോൾ ഇത് ഈ മുരിങ്ങയ്ക്ക എനിക്ക് എൻ്റെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയതാട്ടോ. ഞങ്ങളുടെ പറമ്പിൽ മുരിങ്ങയ്ക്ക ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ പറിച്ചതാണ്. അപ്പോൾ നമ്മുടെ നാടൻ മുരിങ്ങയ്ക്കയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മുരിങ്ങയ്ക്ക എന്നാ ചെയ്യുന്നത്, മുരിങ്ങയ്ക്ക തോരൻ വെക്കുമ്പോൾ ഇതിൻ്റെ മുരിങ്ങയ്ക്കയുടെ തൊണ്ടെടുക്കത്തില്ല, ഇതിൻ്റെ ഉള്ള ഫ്ലഷ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ മുരിങ്ങയ്ക്ക എടുത്തിട്ട് ഈ മുരിങ്ങയ്ക്കേനെ ഇവിടെ തറയിലിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഇതുപോലെ തറയിൽ വെച്ചിട്ടൊന്ന് അടിക്കുക. കണ്ടോ, ഇതിങ്ങനെ അടിക്കുമ്പോൾ ഇത് ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ തിരിച്ചു പിടിച്ചിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ അടിക്കുക. കണക്ക് എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. രണ്ട് കത്തി വെച്ചൊന്നും മുറിക്കേണ്ട, ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്തേച്ചാൽ മതി. ഇതുപോലെ വേണം പൊട്ടിച്ചെടുക്കാനായിട്ട്. ഒന്നുകൂടെ കാണിക്കാം. മുരിങ്ങയ്ക്ക എടുത്തിട്ട് ഇതുപോലെ ഇതിപ്പോൾ ഒന്ന് കഴുകിയതാട്ടോ, കഴുകിയ ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് തറയിലിട്ടിട്ട് ഒന്നിങ്ങനെ അടി കൊടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് അടിച്ചാൽ മതി. ഇത് അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും അടിക്കണം. അപ്പോൾ ആ സൈഡും ഒന്ന് പൊട്ടി വരും. ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി ആ പൊട്ടിയ വശം വെച്ചിട്ടൊന്നിങ്ങനെ പതുക്കെ ഒന്ന് അകത്തി കൊടുത്തേച്ചാൽ മതി. ഇതൊക്കെ കണ്ടോ. ഇനി ഇതിൻ്റെ അകത്തൊന്ന് ഫ്ലഷ് എങ്ങനെ എടുക്കുന്നത് കാണിച്ചു തരാം. പിന്നെ ഇത് ഫ്ലഷ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഫ്ലഷ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണക്കത്തെ കത്തി ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ മൂർച്ചയുള്ള കത്തി എടുക്കരുത്, മൂർച്ചയില്ലാത്ത കത്തി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ബ്രെഡൊക്കെ മുറിക്കുന്ന കത്തിയാണ്. ഇതുപോലത്തെ കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ എടുക്കാം. സ്പൂൺ എടുക്കുമ്പോൾ സ്പൂണിൻ്റെ സൈഡ് ഇച്ചിരി കുറച്ച് ഷാർപ്പായിട്ടുള്ളതായിരിക്കണം. ഇപ്പോൾ ഇത് അധികം ഷാർപ്പല്ല, അപ്പോൾ ഇത് പറ്റത്തില്ല ഈ സ്പൂണ്. അപ്പോൾ ഞാൻ ഈ കത്തി കൊണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതങ്ങ് ഇളക്കിയെടുക്കുക. ഇവിടെ ഒന്ന് ഇതൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇതൊരു തറയിലോട്ട് വെച്ചിട്ട് ഇത് കണക്കി ഇങ്ങനെ ചിരണ്ടി എടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടാട്ടോ അതിങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒന്നാമത് നല്ല പച്ച മുരിങ്ങക്കായ, അപ്പോൾ അതൊന്ന് ഇളകി വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ആ തൊണ്ട് വരാൻ പാടില്ല, ആ ഫ്ലഷ് മാത്രം നമുക്ക് കിട്ടിയേച്ചാൽ മതി. ഇത് കണക്ക് ഇതുപോലെയാണ്. തൊണ്ടില്ല, ആ ഫ്ലഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചിരണ്ടി എടുക്കട്ടെ. ഞാനിവിടെ മുരിങ്ങയ്ക്കയുടെ ഫ്ലഷൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്കെ നല്ല തൊണ്ടൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണേ. ഇത് കണക്കെ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇങ്ങനെ കുരുവൊക്കെ കാണത്തില്ലേ, ഇതുപോലെ കുരു ഉണ്ടാവും. അപ്പോൾ ഈ കുരു ഇച്ചിരി വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് മുറിച്ചിടാം. ചെറുതാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഇച്ചിരി വലുതാണ്. അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മുറിച്ചിടണേന്ന്. ഇത് കണക്കെ മുറിച്ചിടാം. അപ്പോൾ ഇതിങ്ങനെ ഞാൻ എല്ലാവരും ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ നല്ല കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണക്കെ. അപ്പോൾ കുരുവൊക്കെ നല്ല ചെറിയ പീസായിട്ടാണ് മുറിച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് എടുത്തേക്കുന്നത് ഞാൻ കുറച്ച് ചക്കക്കുരു വന്നു. ഇത് ഓപ്ഷനിലാണ്. ചക്കക്കുരു കടന്നാൽ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു ഇട്ടു. അപ്പോൾ ഒരു 5-6 ചക്കക്കുരു ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിലിങ്ങനെ ചെറിയ നൈസായിട്ടിങ്ങനെ ഇത് കണക്കെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇത് നല്ലപോലെ വേകുന്ന ചക്കക്കുരുവാണ്.
ഇനി ഒരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന അരമുറി തേങ്ങയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ചെറിയ ജീരകം, പച്ചമുളക്, ഇതിപ്പോൾ ഞാൻ 3 എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉള്ളി, ഒരു വെളുത്തുള്ളി. അപ്പം ഇത്രയും സാധനങ്ങൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പം അരകലയിലിട്ട് അരയ്ക്കുവാന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തേച്ചാൽ മതി. അരകലയിട്ട് അരയ്ക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയിൽ അരയ്ക്കുന്നതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഇതിലേക്ക് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരടി കൊടുക്കണേന്. അപ്പോൾ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒരുപാട് അരിഞ്ഞു പോകണ്ട, കറിവേപ്പില അരിയരുത് കേട്ടോ. ഒന്ന് ഓണാക്കിയിട്ട് അപ്പം തന്നെ മിക്സി ഓഫ് ആക്കണം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും അരച്ചെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇടുക. ഇനി ഇതിലേക്ക് ചക്കക്കുരു. അപ്പോൾ ഈ ചക്കക്കുരു നല്ല പെട്ടെന്ന് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ വേകുന്ന ചക്കക്കുരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അതല്ല വെച്ച് വേകാൻ താമസമുള്ള ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ ചക്കക്കുരു ആദ്യം വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ചക്കക്കുരു ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. നമ്മൾ അരച്ച് വെച്ചേക്കണ ഈ അരപ്പ് ചേർക്കാം. ഇപ്പോൾ ഞാനിത് അരച്ചപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട, തോരനല്ലേ, അപ്പോൾ വെള്ളം കുറച്ച് മതിയല്ലോ. ഇനി ഈ ബൗളൊന്ന് കഴുകി ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് അത്രയും മതി ഇതിന് വെള്ളം. എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് വേകുന്ന, ഇത് നല്ല പിഞ്ച് മുരിങ്ങയ്ക്കായിരുന്നു ഇത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യമുള്ള ഉപ്പ്. ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു നിർബന്ധം ഇല്ല കേട്ടോ. അപ്പോൾ ചക്കക്കുരു കിടക്കുവാണെങ്കിൽ ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അതിന്. ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് മാറ്റാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒന്ന് തിളച്ച് വരണം. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ ഇരിയക്കയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടിപ്പോവും. അപ്പോൾ അങ്ങനെ വാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റിലെ തന്നെ. അപ്പോൾ എന്ത് സാധനങ്ങളും എന്ത് കറി വെക്കുമ്പോഴും നമ്മൾ ഫസ്റ്റിലെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വെള്ളം തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് പച്ചക്കറി ആണെങ്കിലും ശരി അത് വാടിപ്പോവും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. നോക്കിക്കേ, ഇതിൽ വെള്ളം കുറവാണേ. ഇപ്പോൾ ഇത്രയും വെള്ളമുള്ളൂ. അത് ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒന്നുകൂടെ ഇളക്കണേ ഞാൻ. എന്നിട്ട് ഇനി ഇത് ഒന്ന് അടച്ചു വെക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ടൊന്ന് വേകട്ടെ. ഇതിപ്പോൾ എന്തായി നോക്കാം. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചക്കക്കുരുവും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. കടുക് നന്നായിട്ട് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ കറിക്കൊരു കയ്പ്പരസം വരും. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക്, അത് 2ആയിട്ട് പൊട്ടിച്ചിടാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരു ചെറിയ ബ്രൗൺ കളറാവണം. അപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന മുരിങ്ങയ്ക്ക ചേർക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ആ വെള്ളമയം നന്നായിട്ടൊന്ന് പോകണം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പം വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്